ഈ വരുന്ന മെയ് 25, 26 തീയതികളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ദേശീയ പണിമുടക്കിന് മുന്നോടിയായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് ഫെഡറേഷൻ ആ സംഘടന അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് നടത്തുന്ന പത്രസമ്മേളനമാണ്. ഈ പത്രസമ്മേളനത്തിൽ SBI എംപ്ലോയീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി C. ജയരാജ്, ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനറൽ K. ജോൺ, BFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PH. വിനീത, അതുപോലെ തന്നെ BFIയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സജി വർഗീസ്, ജില്ലാ സെക്രട്ടറി ജയരാജ്, ഇത്രയും പേരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. VK ജയരാജ് ജില്ലാ സെക്രട്ടറി, മറ്റ് ജനറൽ സെക്രട്ടറിയുടെ പേര് C. ജയരാജ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 13 വർഷത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പണിമുടക്കാണ് ഈ പണിമുടക്ക് എന്ന് പറയുന്നത്. പ്രധാനമായും 3 സംഘടനകളാണ് ഈ പണിമുടക്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ളത്. അതിലെ ഭൂരിപക്ഷ സംഘടനയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളും പണിമുടക്കിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റേ 3 സംഘടന ഈ പണിമുടക്കിന് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പണിമുടക്ക് പൂർണ്ണമാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 80,032 കോടി രൂപയുടെ ലാഭമാണ്, അറ്റാദായമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ലാഭം എന്ന് പറയുന്നത് ഈ ബാങ്കിലെ തൊഴിലുകൾ വലിയ തോതിൽ പുറംകരാർ നൽകിക്കൊണ്ട് താൽക്കാലിക ജീവനക്കാരെ വെച്ചുകൊണ്ട് അവർക്ക് നാമമാത്രമായ കൂലി നൽകിക്കൊണ്ടുണ്ടാക്കിയ ഒരു ലാഭം എന്ന രൂപത്തിലാണ് നിങ്ങൾ അതിനെ വിലയിരുത്തുന്നത്. 2017 ബാങ്കിന്റെ മർജർ നടന്നതിന് ശേഷം കഴിഞ്ഞ ഒരു 9 വർഷക്കാലത്തെ കണക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിലെ മീഡിയം സ്റ്റാഫ്, അതുപോലെ തന്നെ മെസ്സഞ്ചർമാര്, ക്ലറിക്കൽ കേഡറില്, ഈ 3 കേഡറിലായിട്ട് 1,25,000 ജീവനക്കാരുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 1,25,000-ലേറെ ജീവനക്കാരുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മേഖലയിലെല്ലാം തന്നെ പണികൾ പുറംകരാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മെയിൻ്റനൻസ് സ്റ്റാഫ്, അതുപോലെ തന്നെ മെസ്സഞ്ചർ തസ്തികകൾ, അവര് പുറംകരാർ നൽകി വളരെ നാമമാത്രമായ ഒരു കൂലി കൊടുത്തിട്ടാണ് തൊഴിലാളികൾ വെച്ചുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, സ്ഥിര ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ ഈ ജീവനക്കാരെയും 3 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം മാറ്റുന്ന രീതിയാണുള്ളത്. ഈ കമ്പനികൾക്കാണ് കൂലി കൊടുക്കുന്നത്. ആ കമ്പനികൾ അതിന് 3 എടുത്തതിന് ശേഷം വളരെ നാമമാത്രമായ ഒരു കൂലിയാണ് തൊഴിലാളികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് അവർ ഈ യാത്രാ ചെലവ് കൂടി വഹിക്കേണ്ടി വരുന്നത്. ഈ കമ്പനികൾ ആരാണ് നടത്തുന്നത് എന്നുള്ളത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ് ഈ കമ്പനികൾ നടത്തുന്നത്. അപ്പോ ഇവിടുത്തെ പുനരാവൽക്കരണത്തെ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കൂടി ഒരു ലാഭം ഉണ്ടാക്കാനുള്ള ഒരു മേഖലയാക്കിയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒഴിവുകൾ നികത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ഈ പണിമുടക്കിന് ആധാരമായി പ്രധാനമായും ഉന്നയിക്കുന്നത്. പുനരാവൽക്കരണം അവസാനിപ്പിക്കുക, ഈ മേഖലയിൽ സ്ഥിര മേഖല നടത്തുക എന്നുള്ളതാണ്. ഈ മേഖലയിൽ മാത്രമല്ല, ഓഫീസർ കേഡറും ഇപ്പോൾ 3 വർഷക്കാലത്തേക്ക് ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് എന്ന രൂപത്തിൽ നിയമനം നടത്താൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഓഫീസർ കേഡറിലും ഔട്ട്സോഴ്സിംഗ് വരികയാണെന്നുള്ളതാണ്. ഇങ്ങനെ എന്തുകൊണ്ടുള്ള ദോഷം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ബാങ്കിന്റെ സ്ഥിര ജീവനക്കാർ നൽകുന്ന പോലുള്ള ഒരു സേവനം താൽക്കാലിക ജീവനക്കാർക്ക് നൽകാൻ വേണ്ടി കഴിയുകയില്ല. തീർച്ചയായും അത് അതിന്റെ സേവനത്തിന്റെ ക്വാളിറ്റിയെ മോശമാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ബാങ്കിങ് എന്ന് പറയുന്നത് ആർക്കും ചെയ്യാവുന്ന ഒരു പണിയല്ല. ബാങ്കിങ് എന്ന് പറയുന്നത് ജനങ്ങളുടെ സമ്പാദ്യം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് സ്ഥിര ജീവനക്കാരെ വെച്ച് രഹസ്യപൂർവ്വമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ബാങ്ക് നൽകുന്ന ആദ്യത്തെ സത്യവാങ്മൂലം എന്ന് പറയുന്നത് ഒരു ഇടപാടുകാരന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ വേറൊരാൾക്കും അത് ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ്. അത് ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും ഒന്നും തന്നെ ആർക്കും തന്നെ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യില്ല എന്നുള്ളൊരു സത്യവാങ്മൂലം കൂടിയാണ് ആദ്യം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ കലാവൽക്കരണം നടത്തുന്നത് വഴി
ബാങ്ക് ഇടപാടുകാരുടെ ഡീറ്റെയിൽസ് എല്ലാം പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലത്ത് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ അത്തരം കാര്യങ്ങൾ സംസ്ഥാന കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലുള്ള കരാറുകൾ എടുക്കുന്ന പല ഏജൻസികളെയും അതുപോലെ തന്നെ ബാങ്കിലെ ഇത്തരത്തിലുള്ള പണികൾ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ചില സംവിധാനങ്ങളുണ്ട്. അവരെയൊക്കെ തന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇടപാടുകളുടെ സുരക്ഷിതത്വവും മെച്ചപ്പെട്ട സേവനവും ഉറപ്പുവരുത്താൻ വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായിരിക്കുന്ന നല്ല ലാഭം ഉണ്ടാക്കുന്ന കോർപ്പറേറ്റുകളെ അതിശയിപ്പിക്കുന്ന ലാഭം ഉണ്ടാക്കുന്ന ഈ ബാങ്ക് ഇത്രയും തൊഴിലുകൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നൽകിക്കൊണ്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ പണിമുടക്കിന് ആധാരമായി പ്രധാനമായും ഉന്നയിക്കുന്നത്. മറ്റൊരു പണികളെ സംബന്ധിച്ച് ഈ സെക്രട്ടറിയുടെ ജനറൽ സെക്രട്ടറി ജയരാജൻ സംസാരിക്കും. നമുക്ക് എല്ലാവർക്കും തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആണെങ്കിലും SBI ആയിട്ട് ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾ എല്ലാവരും ബന്ധപ്പെട്ടു. ഈ രാജ്യത്ത് സാധാരണ ജനങ്ങൾ മുഴുവൻ ആ രീതിയിൽ ബന്ധപ്പെട്ടു. പക്ഷെ ഇപ്പൊ നമ്മള് SBIയുടെ ശാഖയിലോട്ട് കയറി ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ കാണുന്ന ആ ജീവനക്കാരൻ നിങ്ങൾ വിചാരിക്കുന്നതിന് ഭൂരിപക്ഷം പേരും താൽക്കാലിക ജീവനക്കാർ അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിലുള്ളവർ. ഈ പറഞ്ഞല്ലോ 1,20,000 വേക്കൻസികൾ. പക്ഷെ ബാങ്ക് ഇത് അംഗീകരിക്കുന്നില്ല. ബാങ്കിലെ ഈ ഇപ്പൊ മെസ്സഞ്ചർ ജോലി എന്നാണ് പറയുന്നത്, പിയൂൺ ജോലികളൊക്കെ ചെയ്യുന്ന ആ ഒരു കാറ്റഗറി ഇപ്പൊ ബാങ്കിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളത്. ആ ഒരു കാറ്റഗറി ജീവനക്കാരില്ല എന്നുള്ളത്. പക്ഷെ എന്നാൽ ബാങ്ക് സമ്മതിക്കാൻ തയ്യാറാകും. അതിന് ബാങ്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആ ജോലികളൊക്കെ ആരെങ്കിലും ചെയ്യണം. അപ്പൊ അതിന് ഡെയിലി വേജസിന് നിർത്തിയിരിക്കുക. അവർക്ക് കൊടുക്കുന്നത് വളരെ തുച്ഛമായ കൂലിയാണ്. തുച്ഛമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ മിനിമം വേജസ് പോലും പാലിക്കുന്നില്ല എന്നാണ്. എന്നിട്ട് ഇവരൊരിക്കലും തന്നെ ഇവർക്ക് പൈസ കൊടുക്കുന്ന അല്ലെങ്കിൽ കൂലി കൊടുക്കുന്ന ആ വൗച്ചറിൽ ഈ ജോലി ചെയ്തതെന്ന് കാണിക്കത്തില്ല. മറ്റെന്തെങ്കിലും ഒരു കാരണം കാണിച്ചിട്ടാണ് അവർക്ക് കൂലി കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വലിയൊരു എന്താ പറയുന്നത് ഒരു തൊഴിൽ ചൂഷണമാണ് SBI. അപ്പൊ അത്തരത്തിൽ പോകരുതെന്നുള്ളതാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഈ പൊതുമേഖല ഇപ്പം ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ എല്ലാം പ്രതീക്ഷ എന്ന് പറയുന്നത് SBI ആണ്, അതേപോലെ ബാങ്കുകളാണ്, പൊതുമേഖലാ ബാങ്കുകളാണ്. അപ്പൊ അവരുടെയൊക്കെ ജോലിക്ക് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. അപ്പൊ ഈ SBI എന്ന് വെച്ചാൽ ഇത് ഇന്നിപ്പോ SBI നടപ്പാക്കുന്നതാണ് പിന്നെ അടുത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ കാലം പിന്നീട് മറ്റ് ബാങ്കുകളിലെല്ലാം തന്നെ നടക്കും. അപ്പൊ അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ സ്ഥിരം നിയമനം ഈ മേഖലയിലെല്ലാം തന്നെ, അത് ഹൗസ് കീപ്പിംഗ് ജീവനക്കാരുടെ ആണെങ്കിലും ക്ലറിക്കൽ ജീവനക്കാരുടെ ആണെങ്കിലും ഇതേപോലെ മെസ്സഞ്ചർ ജോലികളാണെങ്കിലും ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഇതെല്ലാം തന്നെ സ്ഥിരം നിയമനങ്ങൾ വേണം എന്നുള്ളത്. ഇവിടെ പറഞ്ഞല്ലോ ഇപ്പം ഈ ഹൗസ് കീപ്പിംഗ് ജോലികളെല്ലാം ചെയ്യുന്നത് കരാർ കൊടുത്തിരിക്കുന്നത്, കമ്പനിക്ക് കരാർ കമ്പനിയുടെ കാര്യങ്ങൾ പറഞ്ഞു. എന്ന് മാത്രമല്ല അവർക്ക് കിട്ടേണ്ട ഒരു ലീവ് പോലും കൊടുക്കില്ല എന്നുള്ളതാണ്. ഈ കരാർ കമ്പനി ഇവരൊരാൾ എൻ്റെ കീഴിലുള്ള ഒരു ജീവനക്കാരൻ ലീവ് എടുത്താൽ അപ്പം പകരം വന്ന് ജോലി ചെയ്യുന്നവരുടെ കൂലി ഇവർ കൊടുക്കണം, ലീവ് എടുക്കുന്ന ആ ജീവനക്കാരൻ കൊടുക്കണം എന്നുള്ള നിലയിലൊക്കെ. അപ്പോൾ ഒരു ലീവ് പോലും കൊടുക്കാതെയാണ് ഇടുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇവിടെ ഇത്തരത്തിലൊരു തൊഴിൽ ചൂഷണം SBI പോലൊരു വലിയ ബാങ്കിൽ നടത്തരുതെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ ബാങ്കിന്റെ അകത്ത് ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിരുന്നത് ബാങ്കുകളിലെല്ലാം തന്നെ സ്ഥലം മാറ്റത്തിന് കൃത്യമായ പോളിസി ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഓൺലൈൻ സംവിധാനം ഒരുക്കണം. SBI ഇതുവരെയായിട്ടും ചെയ്തിട്ട് നമുക്കറിയാം യോനോ പോലെയുള്ള ആപ്പ് നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അത് എത്ര ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ പോലും ഇപ്പോഴും ഇതിന്റെ ട്രാൻസ്ഫറുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പേപ്പർ വഴിയാണ്, നമ്മൾ പേപ്പറിലൂടെ ആ രീതിയിലാണ്. അപ്പൊ അത് മാറ്റണമെന്ന് ഫിനാൻഷ്യൽ സർവീസ് തന്നെ പറഞ്ഞു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലും പാലിക്കാതെയാണ് പോകുന്നത്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്രോസ് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ജീവനക്കാരെ പ്രത്യേകിച്ച് ഓഫീസർമാർക്ക് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത്. അതിന്റെ പേരിലൊക്കെ വലിയ രീതിയിലുള്ള ആത്മഹത്യകളൊക്കെ ബാങ്കിങ് മേഖലയിൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ SBIയുടെ ഗവൺമെന്റ് ഷെയർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു 25,000 കോടിയുടെയും കൂടെ ഷെയർ ഇഷ്യൂ നടത്തിയിരിക്കുകയാണ്. അപ്പൊ അതും കൂടെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വീണ്ടും കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് 56% മാറിയിരിക്കുന്നു. 51% താഴെ വന്നു കഴിഞ്ഞാൽ ഇതൊരു സ്വകാര്യ സ്ഥാപനമായിട്ട് മാറുന്നു. ബാങ്കിനകത്ത് തന്നെ ഈ മാനേജ്മെന്റ് കാണുന്നത് ഇതിനെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം പോലെയാണ്. പൊതുമേഖലയിൽ ഒരിക്കൽ പോലും ഇവർ പറയില്ല എന്നുള്ളത്. അത്തരത്തില് ഈ ബാങ്കിനെ ഇതിന്റെ ഒരു പൊതുമേഖലാ സ്വഭാവം നഷ്ടപ്പെടുത്തുന്നതിനെതിരായിട്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു പണിമുടക്ക് നടത്തുന്നത്. അതോടൊപ്പം തന്നെ വിമുക്ത ഭടന്മാർ അവരുടെ പോസ്റ്റിങ്ങിനായാലും അവരെയൊക്കെ വളരെ ദൂരെ നിന്ന് അവർ വന്നിട്ട് കഴിഞ്ഞിട്ട് വരുന്നവർ, സർവീസ് കഴിഞ്ഞ് വരുന്നവർ, അവരെയൊന്നും വീടുകൾക്ക് അടുത്ത് കൊടുക്കാൻ ഒന്നും തന്നെ തയ്യാറാകുന്ന സംവിധാനമില്ല, അല്ലെങ്കിൽ അവരുടെ പോളിസി ഇല്ല എന്നുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പം
BFIയുടെ സംസ്ഥാന ബാക്കി കാര്യങ്ങൾ BFIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എത്ര പേര് മൊത്തം ജീവനക്കാരുടെ ബാങ്കില് ഈ നമ്മുടെ ഈ അസോസിയേറ്റ് ബാങ്കുകളെ ഏറ്റെടുത്ത സമയം 2017 അസോസിയേറ്റ് ബാങ്കുകളെ ഏറ്റെടുത്തത്. ആ സമയത്ത് 2,90,000 ജീവനക്കാരുണ്ടായിരുന്നു. പക്ഷെ അന്നേരം പോലും അതിന് മുമ്പ് തന്നെ ഈ ഹൗസ് കീപ്പിംഗ് ജീവനക്കാര് അതുപോലെ തന്നെ മെസ്സഞ്ചർ ജീവനക്കാരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അതിലോട്ട് പോസ്റ്റിംഗ് നടക്കാതായിട്ട് അതിന് മുമ്പ് തന്നെ വർഷങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2,30,000 ജീവനക്കാരെ ഇപ്പോൾ 60,000 ജീവനക്കാരുടെ കുറവ് ഈ ക്ലറിക്കൽ ഓഫീസർ മേഖലയിൽ തന്നെ ഉണ്ട്. അതുകൂടാതെ ഈ മെസ്സഞ്ചർ അല്ലെങ്കിൽ പിയൂൺ തസ്തികയിലൊന്നും ആരെയും തന്നെ പോസ്റ്റ് എല്ലാം കൂടി അടക്കാണ് നമ്മൾ 1.25 ലക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സമരത്തിന് ആധാരമായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിങ് മേഖലയിലെ ഒരു പരീക്ഷണശാലയായിട്ട് മാറിയിരിക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന നയങ്ങളാണ് തുടർന്ന് മറ്റ് ബാങ്കുകൾ തുടരുന്നത്. ഇവിടെ സൂചിപ്പിച്ചു ഏറ്റവും പ്രധാനമായി തൊഴിലാളി വിരുദ്ധത മാത്രമല്ല, നാളത്തെ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് താൽക്കാലികവൽക്കരണം. 80,000 കോടിക്ക് മുകളിൽ ലാഭം പ്രഖ്യാപിച്ച സ്ഥാപനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവിടെ സൂചിപ്പിച്ചു ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിൽ താൽക്കാലിക നിയമനമാണ് നടത്തിയിട്ടുള്ളത്. ലോക്സഭയിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് 64,995 താൽക്കാലിക ജീവനക്കാർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പണിയെടുക്കേണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഒറ്റ കാര്യം മാത്രം പരിശോധിച്ചാൽ മതി. എന്തിനാണ് താൽക്കാലിക നിയമനം നടത്തുന്നത്? അത് തുല്യമായ കൂലി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2 DA മറ്റ് ആനുകൂല്യങ്ങൾ നൽകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ജോലിക്ക് പ്രവേശിച്ച ഒരു ജീവനക്കാരൻ അവൻ്റെ നിശ്ചിത ശമ്പളം 20,000 രൂപയാണെന്ന് കരുതാം. 4 കൊല്ലം കഴിഞ്ഞിട്ടും ആ ജീവനക്കാരൻ്റെ ശമ്പളം എത്രയാണെന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജോലിക്ക് സ്ഥിരതയില്ലെങ്കിലും കൂലി സ്ഥിരമായി തന്നെ നിൽക്കും. 20,000 രൂപ തന്നെയായിരിക്കും. മറ്റ് ആനുകൂല്യങ്ങളൊക്കെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നത്. 2, എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള എതിരഭിപ്രായം പറഞ്ഞാൽ അന്ന് ജീവനക്കാരനെ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടും. അപ്പോൾ ഒന്നും സംസാരിക്കാത്ത, കൂലി കൂട്ടി ചോദിക്കാത്ത, അനീതിക്കെതിരെ വിരൽ ചൂണ്ടാത്ത ഒരു കൂട്ടം അടിമകളെ സൃഷ്ടിക്കുന്ന തരത്തിലാണ് ബാങ്കിങ് മേഖലയിൽ താൽക്കാലികവൽക്കരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ബാങ്കിങ് മേഖലയിൽ മാത്രമല്ല, മറ്റ് സമസ്ത മേഖലയിലേക്കും ഇത് പടരുന്നത് വലിയ അപകടമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സഹായമായി അഭ്യർത്ഥിക്കാൻ ഉള്ളത്, ഇത് നാളത്തെ തലമുറയെ അടക്കം വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് MBയും MTechും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ കുട്ടികൾ ഇവിടേക്ക് വരുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇത്തരത്തിലാണെങ്കിൽ ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ എല്ലാവരും ഓഫീസർ ആണ്. ഡെസിഗ്നേഷൻ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസർ, ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ, ഓഫീസറായിട്ട് വിളിക്കുക. അങ്ങനെ വരുമ്പോൾ അവർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തു പോവുക. ലഭിക്കുന്ന ശമ്പളം 18,000 രൂപയാണ്. തൊഴിൽ സമയം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കാലത്ത് 9 മണിക്ക് വന്നാൽ രാത്രി 9:30 കഴിഞ്ഞാലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ബാങ്കിങ് മേഖലയിൽ സ്ത്രീ ജീവനക്കാർക്കടക്കം. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ തന്നെ സൂചിപ്പിച്ചത് A റഹീം ഉന്നയിച്ച ഒരു വിഷയം വളരെ ഗൗരവമുള്ളതാണ്. 500-ന് മുകളിൽ ജീവനക്കാർ ബാങ്കിങ് മേഖലയിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്തു. ഒപ്പം ഒന്ന് കൂട്ടി വയ്ക്കേണ്ടത്, ബാങ്കിങ് മേഖലയിൽ എഴുതി തള്ളപ്പെടുന്ന വായ്പ ആരുടേതാണെന്നും കൂടി പരിശോധിച്ചാൽ നമുക്ക് ബാങ്കിങ് മേഖലയിലെ സമസ്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റം കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം രാജ്യത്തെ ബാങ്ക് ജീവനക്കാരെയും ജനങ്ങളെയും യുവതലമുറയും ബാധിക്കുന്നതാണെന്ന് ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. CLC ആയിട്ട് ബോംബെയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ച അവർ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ബാങ്ക് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 22-ാം തീയതി CLC വീണ്ടും ഞങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ബോംബെയിൽ വെച്ചിട്ടുണ്ട്. അതിനു മുമ്പായി ബാങ്ക് മാനേജ്മെന്റ് ഇത്തരം ഡിമാൻഡുകളിൽ ചർച്ച ചെയ്ത ഒരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യുന്നത്, അതായത് മറ്റൊരു ബാങ്കിലും ഉപയോഗിച്ചിട്ടില്ലാത്ത രൂപത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിക്കുന്ന ഒരു ബാങ്ക് കൂടിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ചാറ്റ് ബോട്ട്, അതായത് SBI ഇന്റലിജൻസ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നതോടുകൂടി എൻക്വയറി കൗണ്ടർ പൂർണ്ണമായും
മനുഷ്യരല്ലാതെ യന്ത്രം കൈകാര്യം ചെയ്യുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അവിടെ നിന്നിട്ടില്ല. ലോണിന്റെ അപ്രൈസലുകൾ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോണിന്റെ ഫോളോ അപ്പ് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്തതോടുകൂടി ഫീൽഡ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് ബ്രാഞ്ചുകളിൽ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഈ AI സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ബാങ്ക് തലവന്മാരുടെ ഒരു യോഗത്തിൽ വളരെ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മിത്തോസ് AI എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അത് സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ഇന്ത്യയിലെ ബാങ്കുകൾ ഉപയോഗിക്കരുത് എന്ന് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. കാര്യം അതിലൂടെ നുഴഞ്ഞു കയറിക്കൊണ്ട് വലിയ തോതിൽ ഫ്രോഡുകൾ നടത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് ഇന്ത്യയിലെ ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ എന്റെ കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. വലിയ തോതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളെയും ഓഫീസർമാരെയും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കോർപ്പറേറ്റിന് പോലും ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള ലാഭമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത്. 80,032 കോടി രൂപ എന്നുള്ളത് സ്റ്റാഫ് വെൽഫെയർ മെഷേഴ്സുമായി ബന്ധപ്പെട്ട് ഇതിന്റെ 1% ചെലവഴിക്കണം എന്നാണ് പറയുന്നത്. 800 കോടി രൂപയെങ്കിലും സ്റ്റാഫ് വെൽഫെയർ മെഷേഴ്സിന് വേണ്ടി ഉപയോഗിക്കാമെന്നാണ്. പക്ഷേ ബാങ്ക് 250 കോടി രൂപ മാത്രമാണ് ചെലവഴിക്കുന്നത്, കഴിഞ്ഞ തവണ ചെലവഴിച്ചിരിക്കുന്നത്. ഇതും കൂടി ഞാൻ എന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് പറയാം. മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ അവസാനിപ്പിക്കും. ശരി.